സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ തുടരുന്നത്. വിശദാംശങ്ങളിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് നിന്ന് സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, ഇന്നും പരക്കെ മഴയ്ക്കുള്ള ഒരു സാധ്യത തന്നെയാണ്. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. യെല്ലോ അലേർട്ട് എന്ന് പറയുമ്പോൾ അതിനെ നിസ്സാരമായി കാണേണ്ട എന്ന് ഇന്നലെ മനസ്സിലായി. കാരണം കോഴിക്കോടൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് മഴ പെയ്തെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നും അത്തരത്തിലുള്ള മഴ വിവിധ ജില്ലകളിൽ പ്രതീക്ഷിക്കാം. അതേ ജിൽസി നൌഫൽ, വരുന്ന 26 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട അതിശക്തമായ മഴ തുടരും. കന്യാകുമാരി കടലിനും അതുപോലെ തന്നെ ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് 48 മണിക്കൂറിനുള്ളിൽ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് മഴ ശക്തമായി തന്നെ കനക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ഇന്ന് ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഈ മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിലെ മലയോര മേഖലയിലുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നൊക്കെ ലഭിക്കുന്നത്. ഇത്തരത്തിൽ ശക്തമായ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനൊക്കെ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. തീരദേശ മേഖലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകുന്നത്. ഈ മഴയും ഇടിമിന്നലോട് കൂടിയുള്ള മഴ ഒരു ഉച്ചതിരിഞ്ഞ് കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിലും പ്രവചിച്ചിരിക്കുന്നത്. അത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ടുള്ള മഴയായതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ അളവിൽ മഴ ലഭിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ജിൽസി, നൌഫൽ.